നേരത്തെ പറഞ്ഞാലും മനസ്സിലാവും. നീ അല്ലടാ കേശു? പോയേട്ടാ. നീ എവിടെ പോവാ? ഫ്രണ്ടിനെ കാണാൻ പോണ് ഈ സമയത്ത്. നീ അല്ലടാ രുക്മിണിയുടെ പിന്നാലെ നടക്കുന്നേ? ഏത് രുക്മിണി? നിനക്ക് രുക്മിണിയെ അറിയത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കടാ. ആലോചിക്കടാ. നമ്മുടെ ഈ മറ്റേ റോസിയാണോ? റോസിയ വിളച്ചിലെടുക്കുന്നുണ്ടോ? രുക്മിണി അമ്മച്ചാണോ? ഞാൻ ഈ പഞ്ചായത്ത് രുക്മിണി എന്ന് പറഞ്ഞ കൊച്ചിനെ കണ്ടിട്ടില്ല. പിന്നെ വിടറോ, വിട്ടിട്ട് സംസാരിക്കണോ ആദ്യം? രുക്മിണി അറിയോ? ചേട്ടാ വിടറാ, വേട്ടാളെ വിടറാ. എന്റെ കേശുനെ തൊടുന്നോടാ. എന്റെ കേശുനെ തല്ലുന്നോടാ. ഇങ്ങോട്ട് പറ. ഇനി എങ്ങാനും എന്റെ കേശുനെ തൊട്ടാ നിന്നെ ഈ ഭൂമിയുടെ മേലേക്ക് വച്ചേക്കില്ല, കേട്ടോ? എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ ഇവിടെ വിട്ട് പൊക്കോ. ഓടാ. എന്താ മക്കളെ കാര്യം പറ. എനിക്കറിഞ്ഞൂടാ, അവനോട് ചോദിക്ക്. എന്തോടാ സംഭവം? ചേച്ചി, നമ്മള് നേരത്തെ അവിടെ വെച്ച് കണ്ട ചേട്ടന്മാരല്ലേ? ഓ തന്നെ തന്നെ. അല്ല, അവരെ കൂടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നാ? ഇല്ല, അവരെ മാത്രമേ കണ്ടുള്ളൂ. ഇല്ല. എന്താ സംഭവം മനസ്സിലായില്ലേ? ആർക്ക് മനസ്സിലായില്ല? അവന്മാരെ കയ്യിൽ നിന്ന് കേശുവിനെ ഞാൻ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തിയതാ. എങ്ങനെ? ഇവ ഏതോ രുക്മിണിയെ പിറകെ നടക്കണമെന്ന് പറഞ്ഞ കാര്യത്തിലാണ് അവന്മാർ ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. അത് നീ എങ്ങനെ കേട്ടോ? എന്റെ അടുത്ത് പറഞ്ഞു. നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? എന്റെ അടുത്തും പറഞ്ഞു. ഇടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ ചെറുക്കനെ ഇടിക്കണം, എന്തിനാ ചെറുക്കനെ ഇടിക്കണത്? കാലിൽ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. അവൻ ഇടിച്ചില്ലല്ലോ. അത് ഇടിക്കാൻ വേണ്ടി പറഞ്ഞു. സത്യം. കണ്ട? എന്തായാലും ഞാൻ രക്ഷിച്ചില്ലേ ചേച്ചി? ചേച്ചി, ഞാൻ കേശുവിനെ അതിസാഹസ്യമായി രക്ഷിച്ച്. അമ്മമ്മേ, ഞാൻ കേശുവിനെ അതിസാഹസ്യമായി രക്ഷിച്ച്. ആന്റി, കേശുവിനെ ഞാൻ സാഹസ്യമായി രക്ഷിച്ച്. ആർക്കുട്ടി, ചേട്ടനെ ഞാൻ സാഹസ്യമായി രക്ഷിച്ച്. ഗുഡ് വർക്ക്. അതിന്റെ എഫേർട്ട് ഇട്ടാ രക്ഷിച്ചേ. രുക്മിണി ആരടാ? എനിക്കറിയൂടാ, നിനക്കല്ലേ അറിയാവൂ. എനിക്കറിഞ്ഞൂടാ. അതെ, എന്തായാലും ഞാൻ പോട്ടെ. நீ போயிட்டு அடுத்த ஆளை ரசிக்கிட்டே. சிபு, அப்படி போகாதப்பா. நல்லா வேர்த்து இருக்கு. கொஞ்சம் உள்ள வந்து டீ எல்லாம் குடிச்சு மெதுவா போலாம். വാപ്പാ. അയ്യോ, അതിന്റെ അയ്യോ അങ്ങനൊന്നും പറയല്ലേ മോനെ. എന്റെ കുഞ്ഞിനെ രക്ഷിച്ചതല്ലയോ. മക്കള് വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ മതി. അല്ല, കുഴപ്പമില്ലായിരുന്നു. ചായ വേണ്ട. ഒരു ഫൈറ്റ് ചെയ്യുന്ന ആട്ടുംപാലാണ് ശീലം. ആട്ടുംപാലല്ല, ഇല്ല പശുവും പാലില് ടീ പോട്ട് തരാൻ. എന്തെങ്കിലും ആവട്ടെ മോനെ, പോയിട്ട് വരാം. ചേട്ടൻ രക്ഷിച്ചു. സത്യം പറഞ്ഞോ? ആരാ രുക്മിണി? രുക്മിണി ആരാ? എനിക്ക് ചേച്ചി, ഞാൻ ഇടിച്ചവന്മാരെ അവിടെ വെച്ച് കണ്ടെന്നേ. ഞാനും പാറും കൂടെ വന്നപ്പോഴത്തേക്കും പാറമഴയുടെ സൈഡില് ആ കേശു സ്കെച്ചിടാൻ വന്നായിരിക്കും. അപ്പൊ അവന്മാർ എന്റെ അടുത്ത് പറയുകയും ചെയ്തു, നല്ല പയ്യനാണ്, നല്ല മനസ്സാന്നൊക്കെ. പിന്നെ എന്തിനാണ് പിടിച്ചിടിച്ചത്? അത് ചിലപ്പോ ഗുണ്ടകളുടെ കോടാണെങ്കിലും. എന്തോന്നും നല്ലതാ. ഞാനേ അവന്മാരത്ത് ചോദിച്ചിട്ട് പറഞ്ഞ ഈ മറ്റേ പേരെന്തോരുന്നു? രുക്മിണി. നീ പോയി ബാക്കി തല്ലും കൂടെ വാങ്ങിക്കൊണ്ടുപോവാ. ആര് രുക്മിണി?
രുക്മിണി ഞാൻ ഈ രുക്മിണി ഇത് എത്ര ആലോചന കിട്ടണില്ലല്ലോ. മിണ്ടിപ്പോരുന്നു നീ. ഷിബു ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു നീ. വേണ്ട ചേച്ചി വിട്ടുകളാ പോട്ട്. കൃത്യസമയത്ത് എനിക്ക് വരാൻ പറ്റിയോണ്ട് കേശു രക്ഷപ്പെട്ട് അല്ലേ? അത് വിട്. പക്ഷെ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ടില്ല. പുറകെ നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പുറകെ നടക്കുന്ന പെണ്ണിന്റെ പേരെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണ്ടേ? എന്നെ പോലെ ഒരു ആത്മാർത്ഥയൊക്കെ വേണം. തന്നെ കേട്ട് പഠിക്കങ്ങോട്ട്. അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ആത്മാർത്ഥമൊക്കെ കാണിക്കാം, അത്രേ ഉള്ളൂ. കണ്ണി കണ്ട പിള്ളേരെയൊക്കെ പുറകെ നടക്കുകയും ചെയ്യും, എന്നിട്ട് പേര് ഓർത്ത് വെക്കത്തുമില്ല. എന്നിട്ട് അടി വാങ്ങി വീട്ടിൽ കയറി വരികയും ചെയ്യും. അത് നാണോ നിനക്ക്? നാണം. അല്ല കറക്റ്റ് സമയത്ത് എനിക്ക് വരാൻ പറ്റിയോണ്ട് കേശു രക്ഷപ്പെട്ടു. അതെ. അല്ല ആ രുക്മിണി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കറക്റ്റ് സമയത്ത് ഞാൻ വന്നോണ്ട് കേശുവിനെ രക്ഷിക്കാൻ പറ്റി. അല്ലേ ശിവാനി? പക്ഷെ അത് വിടറേ. അയ്യോ എന്താ ഇതൊക്കെ? ടീ കുടിക്കോ? ഇത്രയൊന്നും എനിക്ക് വേണ്ട. അയ്യോ മോൻ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. കേശുവിനെ രക്ഷിച്ചത് എന്തൊക്കെ പാടാ നോക്കിയേ. അയ്യോ മതി 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 മതിയെന്നേ. അയ്യോ ഇത് മൊത്തം കഴിച്ചില്ലെങ്കിലേ ഞാനും കേശവണ്ണ കൂടെ കഴിച്ചു തീർക്കേണ്ടി വരും. ഇപ്പൊ തോന്നുവേ കേശുവിനെ അങ്ങ് രക്ഷിക്കേണ്ടിയിരുന്നു. കഷ്ടപ്പാടുണ്ട് ഇതിനെ കഴിക്കാൻ. ഫൈറ്റ് പഠിച്ചിട്ടുണ്ടാ? അങ്ങനെയൊക്കെ ചോദിച്ചാലേ ചെറുപ്പത്തില് കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേശുവിനെ രക്ഷിക്കാൻ പറ്റിയത്. ഇവനല്ലെങ്കിൽ വായ്ത്താളം മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ നടന്നോ? നീ ഏതെങ്കിലും പൊമ്പിളയുടെ പുറകെ പോയത് ഞാൻ അറിഞ്ഞാണ്ടല്ലോ. പോട്ടേച്ചി കുഴപ്പമില്ല, രക്ഷിക്കാൻ ഞാൻ ഇല്ലേ? ഉണ്ടല്ലോ. അപ്പം തിന്നടാ. അങ്ങോട്ട് കഴിക്കും മോനെ. അമ്മൂമ്മ ഇപ്പൊ തോന്നിയല്ലേ കേശുവിനെ അങ്ങ് രക്ഷിക്കേണ്ടിയിരുന്നു. അതെന്താ? അല്ല ഇത്ര അപ്പം ഞാൻ തന്നെ കഴിക്കണ്ടേ, അതുകൊണ്ട്. എത്ര ആലോചിച്ചിട്ട് ഈ രുക്മിണിയൊന്നും അങ്ങോട്ട് കിട്ടണില്ലല്ലോ. അത് വിടറാ പോട്ട്. ചിലപ്പോ ആള് മാറിപ്പോയായിരിക്കും. അത് റോക്സ് എങ്ങനെ പറയാൻ പറ്റും? എവനല്ലേ ഒരു തല്ലാൻ വന്നത്. അല്ല അത് രുക്മിണി അവനെ അറിഞ്ഞൂട്ടെന്നല്ലേ പറഞ്ഞ. അപ്പം അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. വിളിച്ച് പറയടാ രുക്മിണീനെ. അവളുടെ പുറകെ നോട്ട് വീട്ടുകാർ തല്ലാൻ വന്നെന്ന്. ചിലപ്പോഴേ സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ടാലോ. വഴക്ക് പറയണ്ടേ ചേച്ചി. ഇനി അവൻ എന്തായാലും നന്നാവാൻ പോണില്ല. എന്തായാലും രക്ഷിക്കാൻ ഞാൻ ഉണ്ടല്ലോ. പിന്നെന്താ അല്ലേ പോയി? അങ്ങനെയാണെങ്കിലേ റോക്സ് 24 മണിക്കൂറും ഇവന്റെ പുറകെ നടക്കേണ്ടി വരും. ഇതിന്റെ ഒരു കാന്തമാണ്. വഴി കൂടെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാന്തം. അതിനെന്താ, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ. സത്യം പറഞ്ഞാൽ ഇവന് പുറകെ നടക്കാനല്ല ഇഷ്ടം, എനിക്ക് ഇവന് ഒപ്പം നടക്കാൻ ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം, എപ്പോഴും ഇന്നത്തെ പോലത്തെ കളരി വർക്കാവണമെന്നില്ല കേട്ടോ. ചിലപ്പോ നല്ല അടി കൊണ്ട് വീഴും. கேசு நீ தனியெல்லாம் வெளியில போக வேண்டாம்டா. எங்க இருந்து அடி கிடைக்குன்னு நமக்கு தெரியவே தெரியாது. ഇപ്പൊ ഗേറ്റ് വരെ എത്തി. കുറച്ച് കഴിയുമ്പോ വീട്ടിൽ കയറി തല്ലും. ഈ ഗേറ്റ് എടുത്ത് പുറത്തേക്ക് പോയാൽ മുട്ടാനും തല്ലി പിടിക്കും. നോക്കിയോ? കൃത്യസമയത്ത് ഞാൻ രക്ഷപ്പെടുത്തിയോണ്ട് കേശുവിന് രക്ഷപ്പെടാൻ പറ്റിയല്ലേ? சிபு உன்னோட ஃபைட் வந்து ரொம்ப சூப்பரா இருந்தது. ആണോ? താങ്ക് യു. റോക്സേ ഓ എനിക്ക് കളരി പഠിപ്പിച്ചു തരുമോ? അതിനെന്താ, കളരിയോ കറാട്ടയോ കുൻഫോ എന്താന്ന് വെച്ചാൽ പഠിപ്പിച്ചു തരാം. പിന്നെ ശിവാനിക്ക് പഠിക്കണ്ടേ? കറാട്ട കുൻഫു കളരി. ഓ വേണ്ട വേണ്ടേ? എന്തായാലും ഞാൻ കറക്റ്റ് സമയത്ത് ഇടപെട്ടോണ്ട് കേശുവിനെ രക്ഷിക്കാൻ പറ്റി. കഴിക്കേ. മതി മതി മതി. കഴിക്കങ്ങോട്ട്. ടീ കുടിക്കല. ടീ കുടിക്കാം.